സീൻ 1. ഇവൻ ഫെഡറിക്ക് പള്ളിപ്പറമ്പിലെ ഒരു സഭയുടെ വിശ്വാസിയാണ്. ഇവൻ അതേ സഭയിൽ കൊയറിൽ പ്രധാന ഗായകനുമാണ്. ഇവന് വാദ്യോപകരണങ്ങളോട് വളരെ താല്പര്യമാണ്, പ്രത്യേകിച്ച് ഗിറ്റാറിനോട്. ഇതിനുശേഷം ഫെഡറിക്ക് വിശ്വാസ ജീവിതത്തിൽ എങ്ങനെയാണ് മുമ്പോട്ട് പോകുന്നതെന്ന് നമുക്ക് കാണാം. ഒത്തിരി ആഗ്രഹമുണ്ടായിരുന്നു ഗിറ്റാർ വേണം. താങ്ക് യു ലോർഡ് ഫോർ ഗിവിംഗ് മീ ദിസ് ഗിറ്റാർ. ഈ ഗിറ്റാർ കൊണ്ട് ഞാൻ ദൈവത്തിന്റെ മഹത്വപ്പെടുന്നു. ഈ സമയത്ത് ആരാ എന്റെ ഭവനത്തിൽ യേശു വന്നു. എന്റെ ഭവനത്തിൽ യേശു സന്ദർശിച്ചു. ഞാൻ ധന്യനായി. ഇത് ഈ സ്ഥലം എന്റെ ജീവിതത്തിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ഉള്ള സ്ഥലമാണ്. യേശുവായി ഞാൻ നിന്റെ പ്രാർത്ഥന കേട്ടു. നീ എനിക്ക് വേണ്ടി ചെയ്യുന്ന ആരാധന ഞാൻ എന്നും കാണുന്നുണ്ട്, കേൾക്കുന്നുണ്ട്, നിന്നെ അറിയുന്നുണ്ട്. നീ എനിക്ക് വേണ്ടി പ്രയോജനപ്പെടുവാൻ ഞാൻ നിനക്ക് ഗിറ്റാർ തന്നു. നീ ഇനി എനിക്ക് വേണ്ടി സന്തോഷത്തോടെ ആരാധന ചെയ്യണം. ഞാൻ ഇവിടെ നിന്നോടൊപ്പം കുറച്ചു സമയം ചിലവഴിക്കുന്നു. അങ്ങനെ അവൻ കൂടുതലായി ദൈവിക കാര്യങ്ങളിൽ വ്യാപൃതനായി. അങ്ങനെയിരിക്കെ അവൻ ഗായക സംഘത്തിലെ ഒരു സുപ്രധാനിയായി വളർന്നു വന്നു. ഞാൻ ദൈവത്തിനോട് സമ്മതിച്ചത് ആരായിരിക്കും ഈ സമയത്ത് പിന്നെയും എന്തോ പറയുന്നു. സീൻ 2. അങ്ങനെ ഗായക സംഘത്തിലെ ഒരു സുഹൃത്ത് അവന്റെ അടുക്കൽ വന്നു. അവന്റെ പേർ റോബിൻ. പ്രോഗ്രാം ഇല്ലേ, അപ്പൊ അതിനു വേണ്ടി പ്രാക്ടീസ് ഒക്കെ ആയിരുന്നു. പാട്ടിനൊക്കെ ഉണ്ടല്ലോ. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനൊരു പ്രോഗ്രാം പിടിച്ചിട്ടുണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പരിസ്ഥിതി പ്രതീക്ഷയുടെ പ്രോഗ്രാമാണ്. നമുക്ക് ഇതൊക്കെ വായിക്കുന്നുണ്ടല്ലോ, അപ്പോൾ അത് ഞങ്ങൾക്കും കൂടെ ഒരു വായിക്കണമെന്ന് വിചാരിച്ചില്ല പറഞ്ഞത്. ഞാൻ അവിടെ വായിക്കാൻ അത് വായിക്കണം. അവിടെ 1 മണിക്കൂർ ഒരു ചെറിയൊരു സ്റ്റേജ് പ്രോഗ്രാമാണ്. വേണ്ട ഞാനിപ്പം ഗീറ്റാർ കിട്ടിയപ്പോൾ ഞാൻ എല്ലാം കാര്യം ദൈവത്തിന് മാത്രം ചെയ്യുന്നുള്ളൂ. ഞാൻ പൊളിറ്റീഷ്യൻസ് അങ്ങനത്തെ പരിപാടിക്ക് ഞാനില്ല. അത് അവർ നമ്മുടെ നാളെ അവർക്കൊരു പ്രയോജനമുള്ളതാണ്. അവരെ അങ്ങനെ അവഗണിക്കാൻ പറ്റില്ല. അത് നമുക്ക് ചെയ്തേ പറ്റും. ഞാൻ ഏറ്റിട്ട് വന്നു. അതുകൊണ്ടാണ് വേണ്ട അവർ ലോകപ്രകാരം നടത്തുന്ന ആൾക്കാരാണ്. എനിക്ക് അതിന് വേണ്ട പോട്ടെ. കാശ് കിട്ടുന്ന കാര്യം അതാണ് എനിക്ക് ആവശ്യമുണ്ട്. അച്ഛന് അറിയാലോ, ഇപ്പൊ ലോണും എല്ലാം ഒക്കെ ഉണ്ട്. എനിക്ക് ആവശ്യമുണ്ട്, പക്ഷെ അങ്ങനത്തെ എനിക്ക് കാശ് വേണ്ട. അച്ഛൻ പോട്ടെ. ഈ കിട്ടാനും പള്ളിയുടെ കാര്യം വെച്ചൊന്നും നിനക്കെന്ത് കിട്ടാനും എന്തെങ്കിലും പുറത്തിറങ്ങി ഇതിന്റെ ഈ ടാപ്പിൽ നിന്ന് ഉപയോഗിച്ചുള്ള പൈസ എടുക്കുന്നു. ശരിയാണ്, പക്ഷെ അങ്ങനത്തെ വേണ്ട. ഞാൻ ദൈവകാര്യത്തിന് മാത്രമേ ഇനി മുമ്പിലോട്ട് പോകാം. 1 മണിക്കൂർ പ്രോഗ്രാം എടുക്കും. 1 മണിക്കൂർ 25,000 രൂപ ഞാൻ ഉറപ്പിച്ചിട്ടാണ്. നീ വരുമ്പോൾ ഉറപ്പോട് ഞാൻ പറഞ്ഞു. 1 മണിക്കൂർ 25,000 രൂപ. നീ എന്താ അങ്ങോട്ട് അങ്ങോട്ട് മാറി എന്തോ ഒറ്റയ്ക്ക് പ്രോഗ്രാം നമ്മൾ നിന്നെ വിശ്വസിച്ച് ഞാൻ ഏറ്റിട്ട് വന്നാൽ പോകും. നീ അവസാനം കാലം നിന്നെ വിശ്വസിച്ച് ഞാൻ ഏറ്റില്ല. പൈസ കൊണ്ട് ലോണൊക്കെ ബാധ്യതകളൊക്കെ ശരിയാവുന്നു.
തുടങ്ങാൻ ആരും നമുക്ക് തുടങ്ങാവുന്നേ. അവർക്ക് നല്ല പരിചയമുള്ള ആൾക്കാരവർ. എന്താണ് സംഭവം? 31 ഡിസംബർ 31 ഞാൻ പ്രോഗ്രാം, ചർച്ചിലെ പ്രോഗ്രാം ഒക്കെ ഇല്ല പള്ളിയുടെ പ്രോഗ്രാം. അത് 1 മണിക്ക് നോമ്പ് കാണിച്ചിട്ട് വന്നാണ്. അപ്പൊ നമുക്ക് പ്രോബ്ലം ആകില്ല ചേച്ചാ. ഞാൻ അതിലൊക്കെ അവിടെയും ഇവിടെയും പിന്നെ അറിയാതെ ഭയങ്കര ആരും പള്ളിയിലൊന്നും അവിടെ നിന്ന് വരുന്നില്ല. അറിയാതെ നമുക്ക് പുറകിൽ ചെയ്യാം അല്ലേ? നമ്മുടെ പിള്ളേരെ പൈസ കാശിന്റെ കാര്യമാകുമ്പോ ചിലപ്പം അവർക്കും ആവശ്യങ്ങളില്ലേ വരുമായിരിക്കും. പക്ഷെ ആർക്കും പറയില്ലേ. ഞാൻ മാത്രം ചെറിയ ഒന്നും പറയാം. അങ്ങനെ ഫെഡറിക്കിന് ഒത്തിരി പ്രോഗ്രാം കിട്ടുവാൻ തുടങ്ങി. അതിലൂടെ അവൻ ലാഭകരമായ കാര്യങ്ങളിൽ കൂടുതൽ വ്യാപൃതനായി. അവൻ അറിയാതെ തന്നെ അവന്റെ ജീവിതം ദൈവിക കാര്യങ്ങളിൽ പിന്നോട്ട് പോയി. കഴിഞ്ഞ പ്രാവശ്യം ചെയ്ത പ്രോഗ്രാം വ്യൂസ് വേണ്ട 2 മില്യൺ വ്യൂസ്. ഓ അന്നൊക്കെ പൊളിറ്റീഷ്യൻസ് ചെയ്ത് ഞാൻ ഓർത്തില്ല ഇത്ര വൈറലാകും. ബിയോൺസി ഒക്കെ ലൈക്ക് ചെയ്തിട്ടുണ്ട്. ബിയോൺസി അവര് ഭയങ്കര വലിയ പ്രൊഡ്യൂസർ അല്ലേ മ്യൂസിക്കിന്റെ. അതെ നിങ്ങൾ റീച്ച് ആയില്ലേ ഇപ്പൊ നമ്മള്. ശരിയാ അവരൊക്കെ വലിയ ആൾക്കാരാണ്. അങ്ങനെ ചേച്ചനെ കൊണ്ടുപോകാൻ വേണ്ടിയില്ലേ എന്റെ കടബാധ്യതയൊക്കെ എല്ലാം മാറി. നമുക്ക് ഇനി കുറച്ചുകൂടെ ട്യൂബൊക്കെ ഒന്ന് ഇതാക്കണം. ഇനി വന്നാ പോരാ. നമ്മുടെ പിള്ളേരൊക്കെ ഇല്ലേ അവരെ കൂടെ കൂട്ടിക്കോ. ഇപ്പൊ ഇവർക്കൊക്കെ ഇങ്ങനെ സൂപ്പർ. ശരിയല്ലേ ഫേമസ് ആയിരുന്നു. ആൾക്കാർ ഫാനൊക്കെ ഉണ്ടായിരുന്നു. ബിയോൺസെ ലൈക്ക് ചെയ്ത് പറഞ്ഞാൽ ഇനിയത്തെ ജീവിതം ഇങ്ങനെ പോകും അല്ലേ? അറിയണ്ട, ആരോടൊന്നും പറയണ്ട. നമ്മള് ഇച്ചിരി ഇങ്ങനെ പറയുന്ന ഇപ്പൊ പാസ്റ്ററൊന്നും അറിയത്തില്ല. സീൻ 3. ഏറെ നാളുകൾക്ക് ശേഷം ഒരു ദിവസം ഫെഡറിക്കിന്റെ ഗാനം കേട്ട് ലോക പ്രശസ്തയായ ബിയോൺസെ അവരുടെ പുതിയ ആൽബത്തിൽ പാടുവാനായി അവനെ കാണുവാൻ വന്നു. വലിയ ആൾക്കാരുണ്ട്. ഇവർക്കൊന്നും മനസ്സിലാക്കില്ല. ഇവർക്ക് നല്ല അറിയാമല്ലോ എന്റെ കാര്യങ്ങൾ. അവിടെ വന്നു പറഞ്ഞു ഞാനത് ചിന്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആ കുഴപ്പമില്ല, അവിടെ ഞാൻ ഓർത്തില്ലല്ലോ ഇത്ര വലിയ സ്റ്റാറിന്റെ വീട്ടിൽ വന്ന നമ്മളൊക്കെ മനുഷ്യ പോലെ last week on yes youth in like around 3,000 youths are there. Yes, it's one of the first big show, right? Yeah, that was amazing. Like 3,000 of youth in the packages. That was very good. I like that. Ma'am, you will have to try it. It's okay, Patrick. So USA ആണ് ജനിച്ചു വളർന്നതൊക്കെ. Oh really? Yes, but ജനിച്ചു വളർന്നത് USA ലാണ്. But basically my mom കേരളത്തിന്ന്, പപ്പ പഞ്ചാബിൽ നിന്ന്. നാട്ടില് എനിക്ക് പ്രോപ്പർ ആയിട്ട് വേർഡ് ആണ് കണ്ണിക്കോഴി കഞ്ഞിക്കുഴി something like that.
Yeah, I didn't know the word actually. So, Frederick, why I came here, എനിക്കൊരു പ്ലാൻ ഉണ്ട്. So, coming week ഒരു ആൽബം റിലീസ് ചെയ്യാൻ പ്ലാൻ ഉണ്ട്. സോ മെയിൻലി അതിനകത്ത് യൂത്തിനെയാണ് ആകർഷിക്കുന്നത്. യൂത്തിന് നമ്മൾ like I can say that the bad words and all we can use it. The last time it was it's like a അതുപോലെ തന്നെ നിന്റെ ഒരു ഞാൻ ലാസ്റ്റ് വീക്കിൽ കണ്ടായിരുന്നു ഒരു താൻ ഗിറ്റാർ അടിക്കുമ്പോൾ ഒരു പാട്ടിലൊക്കെ that was amazing. Satyam. So that was amazing. Like a super. So what I'm planning, our bad word, like everything will be there. Youth in a namakku, like you know that. Yes. Right track alla. Like youth in a namakku aggressive kore words ഒക്കെ add ചെയ്തിട്ട് song ഇപ്പോ swag ഇല്ല So our song നീയാണ് sing ചെയ്യണത്, like plus your guitar, everything will be there. മാമിന്റെ ആൽബമിന്റെ ഒരു സോങ് റെക്കോർഡിംഗ് മുംബൈയിൽ തന്നെ ആയിരിക്കും, മോസ്റ്റ്ലി മുംബൈയിൽ തന്നെ ആയിരിക്കും. റിമൈനിങ് റെക്കോർഡിംഗ്സ് ഒക്കെ പുറത്ത് നോക്കാം. പിള്ളേരെന്ന് പറയുമ്പോൾ ചർച്ചിന്റെ ഞാൻ തുടങ്ങിയത് ചർച്ചിന്റെ നോക്കാം. അത് പിള്ളേരെന്ന് പറയുമ്പോൾ നോക്കാം. രക്ഷോട് ചോദിക്കോട്ടെ, സത്യം രക്ഷോട് ചോദിക്കോട്ടെ. എന്നെ വിളിക്കാൻ വേണ്ടിയിട്ട് വീട്ടിൽ ഒരു പാട്ടൊക്കെ തരുമോ പറഞ്ഞ So all the best. Yes, Namasappa, play, let's rock the song. Yes ma'am, yes ma'am. Okay, Bobby girls, you can also add. ആ ആൽബം ലോകമെങ്ങും വളരെ അധികം വ്യാപാരമായി. അതവനെ ലോക പ്രശസ്തനാക്കി. അതിന്റെ ശേഷം ഒരുപാട് ആൽബം ചെയ്യുവാനായി അവന് അവസരം ലഭിച്ചു. മാധ്യമങ്ങളിൽ നിന്ന് ഒരു റിപ്പോർട്ടർ ഇന്റർവ്യൂവിനായി കടന്നു വന്നു. എനിക്ക് അതിന്റെ ചീഫ് എടുക്കുന്ന അറിയാം. ഞങ്ങളുടെ ആളാ. ഈ യങ് സ്റ്റേജിൽ ഷോർട്ട് പീരീഡിൽ തന്നെ നിങ്ങൾ ഫേമസ് ആയി. സോ നിങ്ങളെ കുറിച്ച് ഒരു ചെറിയ ഇന്റർവ്യൂ എടുത്ത് ഒരു ആർട്ടിക്കൽ എഴുതാൻ വേണ്ടിയാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. ഓക്കെ, സോ ഷാൽ വി സ്റ്റാർട്ട്? ഓക്കെ, സോ ഈ ഷോർട്ട് പീരീഡിൽ നിങ്ങൾ ഇത്രയും ഫേമസ് ആയി യങ് സ്റ്റേജിൽ തന്നെ, അതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്? യങ് ജനറേഷന് നിങ്ങൾ എങ്ങനത്തെ ടിപ്സാണ് കൊടുക്കാൻ ആഗ്രഹിക്കുന്നത്? ടാലന്റ് വേണം. ഇത് ടാലന്റ് ഇല്ലാതെ ഇപ്പൊ ഇങ്ങനെ ഇനിയിപ്പം ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ചുമ്മാ പിന്നെ പൈസ ഉണ്ടെങ്കിൽ നമുക്ക് കയറാം, അത്രേ ഉള്ളൂ. ബാക്കി ടാലന്റ് വേണം. ഇപ്പൊ ആൾക്കാരൊക്കെ വരുന്ന യൂത്തിന് ഒരു ടാലന്റ് ഒന്നും ഇല്ല. ഭയങ്കര ഹാർഡ് വർക്കിങ്ങും മീൻസ് എനിക്ക് ടാലന്റ് ഉണ്ടായിട്ടാണ് ഞാൻ ഇവിടെ വന്നത്. ഈ ഇൻഡസ്ട്രി ഞാനിപ്പോ വാളുന്നത് എനിക്ക് ടാലന്റ് ഉണ്ടായിട്ടാണ്. ഇപ്പോഴത്തെ പിള്ളേർക്ക് വന്നത് അത്ര ടാലന്റും ഇല്ല. അവര് അത് പ്രാക്ടീസ് ഒന്നും ട്രെയിനിങ് ഒന്നും ഇല്ല, പിന്നെ കാശും ഇല്ല. പൂവർ പീപ്പിൾ അവർക്ക് ഇങ്ങനെ വളർന്ന്
നിങ്ങളുടെ ടാലന്റ് കൊണ്ട് മാത്രമാണോ മുന്നിലേക്ക് വന്നത്? Of course. പക്ഷെ ഞങ്ങൾക്ക് കിട്ടിയ ന്യൂസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ബിയോൺസി ഒരു ചാൻസ് തന്നിട്ടാണ് നിങ്ങൾ മുന്നോട്ട് വന്നത്. അതായത് ആ ചാൻസ് ത്രൂ ആണ് നിങ്ങൾ പബ്ലിക്കിന് നിങ്ങളെ അറിയാൻ പറ്റി എന്നുള്ളത് അത് സത്യമാണോ? അതൊക്കെ ചുമ്മാതെ എഴുതി തള്ളുന്ന അങ്ങനെയല്ല. ഞാനും ബിയോൺസ് ഒരുമിച്ച് സ്കൂളിൽ പഠിച്ചവരൊക്കെയാണ്. ഞങ്ങൾ ഒരുമിച്ച് പഠിച്ച ആയതുകൊണ്ട് ഞങ്ങൾ ഒരുമിച്ച് വളർന്ന് അവൾക്ക് വെച്ച ടാലന്റ് ഉണ്ട്, ഞാനും ടാലന്റ് ഉണ്ട്. അങ്ങനെ അവൾ എനിക്ക് റെക്കമെൻഡേഷൻ ഒന്നും തന്നിട്ടൊന്നുമല്ല. പക്ഷേ നിങ്ങൾക്കും ബിയോൺസിക്കും തമ്മിലൊരു ബാഡ് റിലേഷൻ ഉള്ളതായിട്ടാണ് ഞങ്ങൾക്ക് ന്യൂസ് കിട്ടിയിട്ടുള്ളത്. ഐ മീൻ നിങ്ങൾക്ക് അവർ ചാൻസ് തന്നു, പക്ഷേ ഇപ്പൊ നിങ്ങളൊരു ഫ്രണ്ട്സ് മാത്രമല്ല, സംതിങ് നിങ്ങളെ അൺയൂഷ്വൽ ആയിട്ടുള്ള സ്ഥലങ്ങളിൽ കാണുന്നതായി. This type of questions please don't ask, okay? This is all personal and this is all means നിങ്ങൾ എന്നെ നാട്ടിക്കാൻ വേണ്ടി ട്രൈ ചെയ്യുവാണ്. Please don't. ഇല്ല, അങ്ങനെ നിങ്ങൾ നാട്ടിക്കാൻ വേണ്ടി ട്രൈ ചെയ്യുന്നില്ല. നിങ്ങളൊരു പബ്ലിക് ഫിഗർ അല്ലേ, അപ്പൊ നിങ്ങളെ കുറിച്ച് ഞങ്ങൾക്ക് എല്ലാ ഇൻഫർമേഷനും കിട്ടും. അപ്പൊ അത് ക്ലിയർ ചെയ്യുന്നത് ഞങ്ങളുടെ കടമയല്ലേ? Facts are not right, okay? Next question. ഓക്കെ, കൂൾ. സോ ഇപ്പോൾ ഞാൻ പറയുന്നത് നിങ്ങളുടെ സ്വന്തം സ്ഥലം ഏതാ? നിങ്ങൾ ജനിച്ചു വളർന്ന സ്ഥലം? ഞാൻ സ്വിറ്റ്സർലൻഡിലൊക്കെയാണ് പഠിച്ചിരുന്നത്. അവിടെയൊക്കെയാണ്. എനിക്ക് കേരളത്തിൽ എൻ്റെ അപ്പൂപ്പൻ കാലത്തെ ഒരു സ്ഥലമൊക്കെ ഉണ്ട്, പക്ഷെ ഞാൻ അവിടെ പോകാറൊന്നുമില്ല. ഞാൻ കേരളത്തിൽ അങ്ങനെ അറിഞ്ഞില്ല. പക്ഷെ നിങ്ങൾ ചെല്ലാനത്തിലാണ് ജനിച്ചു വളർന്നതെന്നും അവിടെ നിങ്ങൾ ചർച്ചിൽ ഒരു നല്ല ഒരു ഗിറ്റാറിസ്റ്റായി ഇരുന്ന് ചർച്ചിന്റെ ദൈവത്തിന് വേണ്ടിയുള്ള ഊഴിയം നിങ്ങൾ ചെയ്ത്, ഞാനൊരു ക്രിസ്ത്യൻ ആയതുകൊണ്ട് ചോദിക്കുന്നതാ. അങ്ങനെ ഇരുന്ന് നിങ്ങൾ ഇപ്പം ദൈവത്തിനെ മറന്നല്ലേ ഈ യൂത്തിനെ പിന്തിരിപ്പിച്ചുകൊണ്ട് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്? അത് യൂത്തിനെ തെറ്റായ വഴിയിൽ നടത്തുന്നതല്ലേ? അങ്ങനെയൊന്നുമില്ല. നിങ്ങളുടെ ഫസ്റ്റ് ഓഫ് ഓൾ ഫാക്ട്സ് റോങ്ങാണ്. ഞാൻ സ്വിറ്റ്സർലാൻഡിൽ എനിക്ക് ആ സ്ഥലം നടത്തുന്നില്ല. നിങ്ങൾ ഫാക്ട്സ് റോങ് ആണെന്ന് പറയാൻ പാടില്ല. കാരണം എന്തെന്ന് വെച്ചാൽ ഞങ്ങൾ മീഡിയ, ഞങ്ങൾക്ക് ഇൻഫർമേഷൻ ലഭിക്കാതെ ഞങ്ങൾ ചോദിക്കത്തില്ലല്ലോ. നിങ്ങളങ്ങനെ ഡിസ്റെസ്പെക്റ്റ് ആയിട്ട് ഞങ്ങളെ കരുതല്ലേ. ഞങ്ങളുടെ ബുക്കിനും ഞങ്ങളുടെ പേപ്പറിനും പെന്നിനും ഉള്ള വില നിങ്ങൾക്ക് അറിയത്തില്ല. ഞങ്ങൾ നോട്ട് ത്രെഡനിങ്, ബട്ട് ഞാൻ സത്യം പറയുന്നു. സത്യം നിങ്ങൾ ആരായിരുന്നാലും സത്യം പറയുന്നതാണ് ഞങ്ങളുടെ റിപ്പോർട്ടറുടെ ചോദ്യം. Nonsense, okay? These are all nonsense. And okay, see, if you want to ask such ridiculous questions, na, please go ask someone else. I will give you one more chance. Okay, cool. Okay, ഞാൻ വേറൊരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്, അതായത് നിങ്ങൾ യൂത്തിനെ ഹെൽപ്പ് ചെയ്യാൻ, അതായത് നിങ്ങൾക്ക് ആരോ ഹെൽപ്പ് ചെയ്തല്ലേ ഈ ലെവലിൽ എത്തിയത്. പക്ഷെ എന്തുകൊണ്ട് നിങ്ങൾ ഇപ്പോഴത്തെ യൂത്ത് നിങ്ങളുടെ അടുത്ത് ഹെൽപ്പിന് വരുമ്പം അവർക്ക് സപ്പോർട്ട് ചെയ്യാതെ അവരെ എന്തുകൊണ്ടാണ് നിങ്ങൾ അപമാനിക്കുന്നത്? ഞാൻ പറഞ്ഞ പോലെ അവർക്ക് ടാലന്റ് ഇല്ല. That's all. നിങ്ങളിങ്ങനെ ടാലന്റ് ഇല്ലാന്ന് പബ്ലിക് മീഡിയയിൽ പറയുമ്പം അതുകൊണ്ട് നിങ്ങളുടെ ഫ്യൂച്ചർ സ്പോയിൽ ആകാൻ നിറയെ ചാൻസസ് ഉണ്ട്. യൂത്ത് എല്ലാവരും ഒന്നു ചേർന്നാൽ പിന്നെ നിങ്ങളെ ഗാലിയാക്കും. ഞാൻ ഒറ്റയ്ക്ക് വഴി വെട്ടി വന്നതാണ് കേട്ടോ. എന്നെ ആരും ഇങ്ങനെ തള്ളി ഒന്നും എടുത്തുന്നില്ല കേട്ടോ. നിങ്ങൾക്ക് നിങ്ങളൊരു ഡ്രഗ് അഡിക്റ്റ് ആണെന്ന് പറഞ്ഞ് ഇൻഫർമേഷൻ ഒക്കെ റെസ്പെക്റ്റ് ആയിട്ട് ഞങ്ങൾ മീഡിയ നിങ്ങൾ വേണ്ടാത്തതൊക്കെ പറഞ്ഞാൽ ഞങ്ങൾ എഴുതി നിങ്ങളെ ഫിനിഷ് ചെയ്യും. Okay, no problem. See, you don't need to call security. I can go. See, but I will show you who I am. Okay? I will show you. Show me what. ഇന്നത്തെ ദിവസം ഒരു ഇന്റർവ്യൂ ചെറിയത് മഞ്ഞപ്പത്രക്കാരൻ വീഡിയോ ചെറിയ അവർക്ക് ഇച്ചിരി കാശ് എടുത്താൽ അവരിപ്പം മാറിപ്പോകും. പോട്ടെ, അതൊന്നും വിട്ടെ. ഹലോ, ന്യൂസ് ചെയ്യുന്നു? അതെ കൂട്ടുകാരാണ്. അതെ കൂട്ടുകാരാണ്. കൂട്ടെന്ന് വെച്ചാൽ ഞങ്ങൾ പ്രോഗ്രാമൊക്കെ ഇല്ല ഇതിലെനിക്കൊരു പങ്കുമില്ല. ഇല്ല സോറി ഇതിലെനിക്കൊരു പങ്കുമില്ല. എടാ പോകാൻ വരുന്നത് എനിക്ക് ആൾക്കാർ ചോദിച്ചു വരുന്നു. അതല്ല, അത് മെസ്സേജ് വരുന്നു. മെസ്സേജ് വായിച്ചു നോക്കി. റിസീവ് ചെയ്യണം എന്താണെന്ന് എന്റെ കൂടെ പേര് എന്റെ കൂടെ വരുന്നു. നമുക്കിത് ഒതുക്കണമല്ലോ. Frederick? ഞാൻ Kore videos ഉണ്ട്. Hey ma'am,
പോട്ടെ മാം അത്രയും ശ്രദ്ധിക്കേണ്ടതായിരുന്നു. ഹലോ No, it's not ശ്രദ്ധിക്കണ്ട. Like ഇല്ല എനിക്ക് സോറി മാം അത്ര ടെൻഷൻ അടിക്കുന്ന കാര്യമൊന്നും അല്ല. ഇതൊക്കെ ചെറിയ ആണല്ലോ. ഇല്ല എനിക്ക് അതായത് കണക്ഷൻ ഇല്ല. ഇല്ല എനിക്ക് നീ ഇപ്പൊ ഇന്റർവ്യൂ ഏതാണ്ട് കൊടുത്തെന്ന് പറഞ്ഞില്ലേ അവർക്ക് അറിയാം. ഞാൻ നേരത്തെ പറഞ്ഞില്ല നീ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യാൻ നിൽക്കുന്നത്. നീ എന്തൊക്കെയാണ് പറയുന്നത്? കളിക്കൂട്ടുകാരോ? അതിനാ മറ്റേ ഞാൻ അപ്പൊ What a video it is. അതിനാ മിക്സൊക്കെ അപ്പം ഞാൻ Back to back in call already. Did you not getting any call? സോറി ഫോൺ എവിടെയോ ഇങ്ങനെയൊക്കെ ചെയ്യാൻ സൂക്ഷിക്കണ്ടേ? ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടോ? ഭയങ്കര മോശമാണ്. മാം ഇതിൽ കണക്ഷൻ ഉണ്ടെങ്കിൽ എന്തെങ്കിലും ചെയ്യാൻ No, Frederick, I can't do anything like മാം നിങ്ങളാണ് എനിക്കിപ്പം ഏറ്റവും വലിയ സപ്പോർട്ട് ബാക്ക്. Sorry, Frederick, I didn't know anything. Like, എന്തുവെച്ചാൽ ഇന്റർവ്യൂവിൽ പറയും എന്തുവെച്ചാൽ ചെയ്യാം. ഒരു ഫെയിം കിട്ടിയെന്ന് ഒരിക്കലും യൂത്തിനെ കയറിയാൽ നീ പറഞ്ഞത്. സോ ഐ കാൻ ഹെൽപ്പ് യു Frederick. ഞാൻ പാട്ടിലുമൊക്കെ I didn't mention that, right? I didn't mention. Sorry, Frederick. I'm എന്തുവാണ് ഓരോരുത്തരും വിളിച്ചു ചോദിക്കുക ഓരോ കാര്യം. നമുക്ക് ഹാൻഡിൽ ചെയ്യാനുള്ളതെന്നുള്ള നമ്മൾ ട്രൈ ചെയ്യാൻ ഇപ്പൊ ഓരോ മീഡിയല്ലേ അതായത് നിങ്ങളോട് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളൂ ഇനി എന്താ നോക്കാന്ന് ഉള്ള പേരുടെ കളഞ്ഞില്ലേ അവരോട് പോയി ഞാനിവിടെ പോയി ഇതിപ്പോ എനിക്ക് ഫോൺ തന്നു. ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് മീഡിയസിനെ ഇപ്പോഴും നീ എവിടെ ഇങ്ങനെ ചെയ്തതെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ശരിയാണ്. ദൈവമേ എന്റെ ഭവനത്തിൽ യേശു വന്നായിരുന്നല്ലോ. യേശു 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 എല്ലാരും പോയി. യേശു പോയില്ലേ എന്നെ വിട്ട്? യേശു പോയില്ലേ? I am so happy. യേശു എന്നെ ഹെൽപ്പ് ചെയ്യണം. യേശു പ്ലീസ് ഹെൽപ്പ് ചെയ്യണം. യേശു വാ. യേശു എല്ലാരും വിട്ടുപോയപ്പോ ഈ സ്ഥലത്ത് ഞാൻ മറ്റൊക്കെ ഇമ്പോർട്ടൻസ് കൊടുത്തപ്പോ എല്ലാരും വിട്ടുപോയി. യേശു പിന്നെ വന്നിവിടെ. യേശു മകനെ, നീ ഭയപ്പെടാതെ. ആര് നിന്നെ വിട്ടുപോയാലും ഞാൻ നിന്നെ വിട്ടുപോകില്ല. നീ എന്നെ മറന്നാലും ഞാൻ നിന്നെ മറക്കില്ല. ഞാൻ മറക്കാത്ത ദൈവം. ഞാൻ നിനക്ക് തന്നിട്ടുള്ള കഴിവുകളെ ഇനി എനിക്ക് വേണ്ടി ശക്തമായി പ്രയോജനപ്പെടുവാൻ നിന്നെ അനുഗ്രഹിക്കുന്നു. ഇത്രമേ എന്നെ സ്നേഹിച്ചു. ഇതെത്രയും വിചിത്രമേശു രക്ഷക. ഇത്രമേ എന്നെ സ്നേഹിച്ചു. ഇതെത്രയും വിചിത്രമേശു രക്ഷക. എത്ര ദൂരം നിന്നെ വിട്ടോടി ഞാൻ. അത്ര നേരം കാത്തു നിന്നെന്നെ നീ. എത്ര ദൂരം നിന്നെ വിട്ടോടി ഞാൻ. അത്ര നേരം
ഈ ലോകത്തിന് അനുരൂപമാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവിൻ. അങ്ങനെ ഫെഡറിക് തന്റെ തെറ്റുകളെ മനസ്സിലാക്കി ദൈവത്തിങ്കിലേക്ക് മടങ്ങി വന്നു.